vobiscum, mare vobiscum, Domine. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൂട്ടി പിടിച്ച് കണ്ണടച്ച് നിശബ്ദരായിട്ട് നിന്നേ. സ്നേഹപിതാവായ ദൈവമേ, എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധിയോടും വിശുദ്ധിയോടും കൂടെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയൊരുളണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശരി, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? യഹൂദരുടെ സാബത്താചരണത്തിനെക്കുറിച്ച് പഠിച്ചു. ആദിമ ക്രൈസ്തവരുടെ സാബത്താചരണത്തിനെക്കുറിച്ചും നമ്മൾ പഠിച്ചല്ലേ. പിന്നെ ഒരു വചനം, യേശു നമുക്ക് പറഞ്ഞു തന്ന ഒരു വചനവും നമ്മൾ പഠിച്ചു. എന്താണ്? സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ലെന്നല്ലേ. എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നതാകണം. അതാണ് ദൈവം ആഗ്രഹിച്ചത് അല്ലേ. നമ്മൾ കരുണയുള്ളവരാകണം. അതായിരുന്നു നമ്മുടെ യേശു ആഗ്രഹിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണ് മക്കളെ? ഏത് ദിവസമാണ് ഒന്ന് പറഞ്ഞേ. ഏത് ദിവസമാണ്? ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ചയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്. നമ്മൾ തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെയും ചെയ്യുന്ന കാര്യങ്ങളാണോ ഞായറാഴ്ച ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ കൂടുതൽ സമയം എന്തിനാണ് മക്കളെ ചിലവാക്കുന്നത്? പഠിക്കാൻ അല്ലേ, സ്കൂളിൽ പോകാൻ, ട്യൂഷന് പോകാൻ അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 6 ദിവസവും ചെയ്യുന്നത്. 7ാമത്തെ ദിവസം ഞായറാഴ്ച അങ്ങനെയാണോ? അല്ല. നമ്മൾ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ സമയം ദൈവത്തിനും ദൈവാരാധനയ്ക്കും മറ്റ് ദൈവിക കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ? അല്ലേ? നമ്മൾ കുർബാനയ്ക്ക് പോകും. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ഞായറാഴ്ച എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ ഓരോരുത്തരായിട്ട്. എന്താണ് നമ്മളൊക്കെ ചെയ്യുന്നത്? പലരും പല കാര്യങ്ങളാണ് തുടങ്ങുന്നത് അല്ലേ. ശരിക്കും ഞായറാഴ്ച എന്താണ് ചെയ്യുന്നത് മക്കളെ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പല കുട്ടികളും ഒരു വൃത്തിയും ഇല്ലാതെ കുളിക്കാതെയൊക്കെ പള്ളിയിൽ വരുന്നത് ടീച്ചർ കാണാറുണ്ട്. മുടിയൊക്കെ പിച്ചിപ്പറിച്ച് അല്ലേ, ചീകി ഒതുക്കിയൊന്നും വെക്കാതെ. പക്ഷെ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിലോ നമ്മൾ എന്താ ചെയ്യുക? നല്ല ഡ്രസ്സിട്ട് അല്ലേ, വൃത്തിയായിട്ട് കുളിച്ച് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് പോവും അല്ലേ. നമ്മൾ പള്ളിയിൽ വരുമ്പോഴും കുളിച്ച് വൃത്തിയായിട്ട് വേണം പള്ളിയിലെത്താൻ. നമ്മളുടെ മനസ്സും ശരീരവും വൃത്തിയുള്ളതായിരിക്കണം അല്ലേ, സുന്ദരമായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് വരാൻ. ഇനി നമ്മൾ പള്ളിയിലെത്തിയാൽ നിങ്ങൾ എന്താ മക്കളെ ചെയ്യണേ? പല കുട്ടികളെയും കണ്ടിട്ട് ചില കുട്ടികൾ ചെരുപ്പ് പോലും ഊരി വയ്ക്കാതെ ഓടി പള്ളിയിലേക്ക് കയറുന്നത് കാണാം. അങ്ങനെ ചെയ്യാമോ? എന്താണ് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സക്രാരിയിലിരിക്കുന്നത് ആരാണ്? ദൈവമാണല്ലേ. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് പള്ളിയിലുള്ളത് അല്ലേ. നമ്മൾ ബഹുമാനിക്കണ്ടേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ നമ്മുടെ അപ്പച്ചനായിരിക്കും, അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഒരാൾ വരുന്നു, ഇവരൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ ശരിയാണോ? അതാണോ മര്യാദ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്കിപ്പോൾ ഒരു സ്തുതി കൊടുക്കും അല്ലേ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ മക്കളെ? അപ്പൂപ്പനെയും അമ്മൂമ്മനെയും കാണുമ്പോൾ സ്തുതി കൊടുക്കാറുണ്ടോ? അത് ചെയ്യണം കേട്ടോ. ഇനി ചെയ്യാത്ത കുട്ടികൾ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സ്തുതി കൊടുക്കണം. അവർക്ക് എന്ത് സന്തോഷമാണെന്നോ നമ്മളവരെ
പരിഗണിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴും ചെയ്യേണ്ടത്. പള്ളിയിലേക്ക് ചെന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചെരുപ്പെല്ലാം ഊരി, ചെരുപ്പിട്ടാരും അകത്ത് കയറരുത് അല്ലേ? ചെരുപ്പെല്ലാം ഊരി ഒരു വശത്ത് വെച്ചിട്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ തന്നെ മുട്ടുകുത്തണം. എന്നിട്ട് എന്ത് പ്രാർത്ഥിക്കണം? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞേ, എല്ലാ മക്കളും ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്താണ്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഇനി ചെയ്യൂ അങ്ങനെ എല്ലാവരും ചെയ്യണം കേട്ടോ. അതാണ് ശരിയായ രീതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നേരെ പോയിട്ട് നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് കൈ കൂട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുക അല്ലേ? ഇനി പ്രാർത്ഥനയുടെ സമയമാണ്, ദൈവാരാധനയുടെ സമയമാണ് അല്ലേ? സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് നിശബ്ദരായിട്ട് കൈ കൂട്ടിപ്പിടിച്ച് തന്നെ കുർബാനയുടെ മുഴുവൻ സമയവും നിൽക്കണം. ചില കുട്ടികൾ ചെറിയ ചെറിയ കുസൃതിയൊക്കെ കാണിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യാമോ നമ്മൾ? ഇല്ല. നമ്മുടെ ശ്രദ്ധയും പോകരുത്. ഭക്തിയോടുകൂടെ വേണം നമ്മൾ കുർബാനയിൽ പങ്കുചേരാൻ. കുർബാനയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? യേശുവിൻ്റെ മരണവും ഉത്ഥാനവും പ്രഘോഷിക്കുകയാണല്ലേ? നമ്മുടെ വിശ്വാസവും പ്രഘോഷിക്കുന്ന സമയമാണ് അല്ലേ? ഇനി നമ്മൾക്ക് കുർബാനയുടെ സമയത്ത് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് കൃത്യമായി ബൈബിളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ വചനം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണത്. എല്ലാവരും ശ്രദ്ധിച്ചു. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഏതാണ് ആ വാക്യം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വിരോധമുണ്ടോയെന്നല്ല, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ, അവിടെയാണല്ലേ. നമുക്ക് മറ്റുള്ളവരോടല്ല, മറ്റുള്ളവർക്ക് നമ്മളോട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണും. ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം അല്ലേ? ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിങ്ങളെന്തെങ്കിലും വിഷമിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളാവാം. നമ്മൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? നമ്മളെ ഓർക്കുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം? നമ്മളുടെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പം നമ്മൾ കുർബാനയ്ക്ക് വരണേക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കണം. ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടോ? നമുക്കാരോടെങ്കിലും ദേഷ്യമുണ്ടോ? ആരോടെങ്കിലും നമ്മൾ തല്ലുപിടിച്ചിട്ടുണ്ടോ? അല്ലേ? മക്കളങ്ങനെ ചിന്തിക്കണം. എന്നിട്ട് അവരോട് കൂട്ടാവണം കേട്ടോ. വൈരാഗ്യവും ദേഷ്യവും ഒന്നും വെച്ചിട്ട് നമ്മൾ കുർബാനയിൽ സംബന്ധിക്കാൻ പാടില്ല. അതുപോലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ കുർബാനയുടെ സമയത്ത്, ഇപ്പോൾ ആദ്യ കുർബാന കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങളല്ലേ? ചില കുട്ടികളുടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കഴിഞ്ഞ കുട്ടികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? വേണ്ടത്ര ഭക്തിയോടും ഒരുക്കത്തോടും കൂടെയാവണം ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്. ഭക്തി വേണം അല്ലേ? ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് വേണം? ഭക്തി വേണം അല്ലേ? വെറുതെ ഒരപ്പമല്ല നമ്മൾ കഴിക്കുന്നത്, അത് ഭക്തിയോടുകൂടെ കഴിക്കണം. മറ്റൊന്നെന്താണ്? ഒരുക്കം. എന്താണ് മക്കളെ ഒരുക്കം എന്ന് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ആദ്യ കുർബാന കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കുമ്പസാരിച്ച് ഒരുങ്ങണം. മനസ്സിലായോ? കുമ്പസാരിക്കണം നമ്മൾ. അപ്പോൾ ശനിയാഴ്ചയോ ഏതെങ്കിലും ദിവസം നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം. ഇനി ഒരാഴ്ച കുമ്പസാരിച്ചതാണ്, പിന്നെയും തെറ്റുകൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വീണ്ടും പോയി കുമ്പസാരിക്കാം കേട്ടോ. അപ്പം നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി വേണം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ.
ഇത്രയും നിങ്ങൾ പഠിച്ചില്ലേ? ശരി, ഇനി നിങ്ങൾ ഞായറാഴ്ച എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ പള്ളിയിൽ പോകും, കാറ്റക്കിസം പഠിക്കും. പിന്നെ എന്തൊക്കെയാണ് മക്കളെ? ഭക്തസംഘടനകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ഞായറാഴ്ച ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തികൾ അല്ലേ? ഇങ്ങനെയുള്ള കൂടുതൽ സമയം നമ്മൾ എന്തിനാണ് ഞായറാഴ്ച ചിലവാക്കുന്നത്? ദൈവിക ആരാധനയ്ക്കും മറ്റ് കാരുണ്യ പ്രവൃത്തികൾക്കും അല്ലേ? നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഈ കുർബാനയാണ്. ഞായറാഴ്ചത്തെ കുർബാനയാണ് നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനം. നമ്മൾ കുർബാന വേണ്ടത്ര ഭക്തിയോടും ആദരവോടും ഒരുക്കത്തോടും കൂടെ ആവണം എന്ത് ചെയ്യേണ്ടത്? പങ്കുചേരേണ്ടത്. മനസ്സിലായോ ഇത്രയും നിങ്ങൾക്ക്? ഇനി നമ്മൾ ഞായറാഴ്ച ദൈവിക കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും എല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസവും വിശുദ്ധ പാരമ്പര്യവും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പള്ളിയിൽ പോകുന്നതും വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം അല്ലേ? അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉദ്ഘോഷിക്കുകയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധ പാരമ്പര്യവും. ഓക്കെ, ഇന്ന് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളെങ്ങനെയെല്ലാം ഒരുങ്ങി കുമ്പസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നില്ലേ കുറേ കാര്യങ്ങൾ. ഇതെല്ലാനും എഴുതി സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ കാറ്റിസത്തിന് പോകും അല്ലേ? കാറ്റിസത്തിന് പോകുന്ന കുട്ടികൾ കാറ്റിസം എങ്ങനെയാണ് പഠിക്കേണ്ടത്? ചിലവരെല്ലാനും ഒരു താല്പര്യമില്ലാതെയാണ് കാറ്റിസത്തിന് പോകുന്നത്. ആണോ? അല്ല, നമ്മൾ വിശുദ്ധ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിശ്വാസത്തോടെ തന്നെ പഠിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ കാറ്റിസത്തിന് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത്, ക്ലാസ്സിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾ എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഇനി ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്കുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാതാപിതാക്കന്മാരുടെ സഹായത്തോടെ അതെല്ലാം എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ശരി, ഇനി പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൂട്ടി പിടിച്ചേ. സ്നേഹപിതാവായ ദൈവമേ, ഈ ഒരു ദിവസത്തിനെ തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞായറാഴ്ച കുർബാനയിലും ദൈവാരാധനയിലും വളരെ ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടി പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.